نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. അതിനായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മനുഷ്യരായ നമ്മളൊക്കെ ഭൂമിയിൽ ഒരു പ്രത്യേക സമയത്ത് ജനിച്ചു വീണവരാണ്. നമുക്കൊക്കെ അല്ലാഹു ഈ ഭൂമിയിൽ നിശ്ചയിച്ച സമയം എത്രയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുകയും ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ നിന്നും വിട പറയുകയും ചെയ്യുന്നു. ഒരു വലിയ മരത്തണലിലേക്ക് വിശ്രമിക്കാൻ എത്തുന്ന യാത്രക്കാരെ പോലെ കുറെ ആളുകൾ അവരുടെ വിശ്രമം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു, കുറെ ആളുകൾ ഈ മരത്തണലിലേക്ക് വന്നു ചേരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ ഈ ഭൂമിയിലെ ജീവിതത്തെ കുറിച്ച് വിശേഷിപ്പിച്ച സമയത്ത് പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിദു സബീൽ. നീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു വഴിയാത്രക്കാരനെ പോലെയാവുക, ഒരു അപരിചിതനെ പോലെയാവുക. ഒരു സ്ഥലത്ത് തങ്ങി ഏതാനും നാളുകൾ, ഏതാനും വർഷങ്ങൾ ഇവിടെ താമസിച്ച് ഈ ഭൂമിയുമായി വിട പറയുന്നവരാണ്. സാധാരണ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ ലൈറ്റുകളിൽ വന്നിരിക്കുന്ന പാറ്റുകളെ നമ്മൾ കാണാറുണ്ട്. ആ മഴ പെയ്ത് കുറച്ച് സമയം ലൈറ്റുകൾക്ക് ചുറ്റും ഒരുപാട് തവണ പാടി നടന്ന് വളരെ പെട്ടെന്ന് മരിച്ചു പോകുന്ന പാറ്റുകളോട് സാമ്യമുള്ളതാണ് നമ്മുടെ ജീവിതവും. ഈ ഭൂമിയുടെ തുടക്കവും ഒടുക്കവും ആ ഒരു വലിയ സമയ പരിധി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും ആയുസ് അത്രയേ ഉള്ളൂ. വളരെ കുറച്ച് സമയം ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകും. അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ച സമയത്ത് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. ഈ ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ചു വെച്ച ജീവജാലങ്ങളെയും എല്ലാത്തരം വിഭവങ്ങളെയും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ വിശേഷ ബുദ്ധി നൽകി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ ഒരു മരിച്ചുപോയി കേവലം അർത്ഥമില്ലാത്ത ജീവിതമുള്ള ആളാണ് അല്ല എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു കൃത്യമായി നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. എന്തിനാണ് പടച്ചവൻ ജീവിതവും മരണം സൃഷ്ടിച്ചത്? അതിന്റെ ലക്ഷ്യം അല്ലാഹു നമ്മളോട് വിശദീകരിക്കുകയാണ്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഈ കുറഞ്ഞ കാല ജീവിതത്തിനിടയ്ക്ക്
ആരാണ് കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരു പരീക്ഷാ നാളിലാണ്. നമ്മുടെ പരീക്ഷാ സമയം നമ്മുടെ ജനനം മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ പരീക്ഷാ സമയം അവസാനിക്കും നമുക്ക് എപ്പോഴേ നമുക്ക് അറിഞ്ഞുകൂടാ. അതിനൊക്കെ പരമാവധി സൽക്കർമ്മങ്ങൾ ആർക്കാണ് സമ്പാദിക്കാൻ സാധിക്കുക അവരാണ് വിജയികളായി മാറുന്നത്. അതാണ് അല്ലാഹുവിന്റെ പരീക്ഷ. അതാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ആരാണ് കൂടുതൽ സൽക്കർമ്മങ്ങൾ സമ്പാദിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ നോക്കും. മനുഷ്യ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു കൃത്യമായി വരച്ചു കാണിക്കുന്നത്. മനുഷ്യൻ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ ഘട്ടങ്ങളും ആയത്തിൽ പ്രകാരമാണ്. യഅലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖും ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമഥലി ഗൈസിൻ അഅജബൽ കുഫാർ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ സുമ്മ യകൂനു ഹുതാമ وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും അല്ലാഹു ഏറ്റവും വ്യക്തമായി കൃത്യമായി ഒരു മനുഷ്യനെ ബോധ്യപ്പെടുത്തി വരച്ചു കാണിക്കുകയാണ്. ഈ അലമ്പ് നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. അന്നമൽ ഹയാത്തു ദുനിയ, ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യ ഘട്ടം ലഅബാണ്, കളികളാണ്. നോക്കൂ, നമ്മളൊക്കെ ഒരു ബാല്യകാലഘട്ടം അല്ലെങ്കിൽ ബാല്യകാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെ മുന്നിലുണ്ട്. ഈ പ്രായം 15 വയസ്സ് വരെ കളികളുടെ പ്രായമാണ്. കുറെ സ്ഥലത്ത് കളിക്കാൻ പോകണം, ഫുട്ബോൾ കളിക്കണം, ക്രിക്കറ്റ് കളിക്കണം, ഈ ചിന്ത മാത്രമേ ഉള്ളൂ. അതാണ് ലൈബിന്റെ ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ലൈബ് കഴിഞ്ഞാൽ പിന്നെ ലഹുവാണ്, വിനോദങ്ങൾ, സോഷ്യൽ മീഡിയകൾ, ഗെയിമുകൾ, ഫ്രണ്ട്ഷിപ്പുകൾ, സിനിമ. അങ്ങനെ മനുഷ്യന്റെ ആസ്വാദനത്തിന്റെ രണ്ടാമത്തെ ഘട്ടം അവിടെ ആരംഭിക്കുകയായി. ലഹുവിലേക്ക് ലൈബിൽ നിന്നും പതുക്കെ ആസ്വാദനങ്ങളിലേക്ക് മനുഷ്യന്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഘട്ടം ഖുർആൻ പറയുന്നത് സീനത്താണ്, അലങ്കാരങ്ങളാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഏറ്റവും നല്ലതായിരിക്കണം. നമ്മൾ ധരിക്കുന്ന ഷൂ, നമ്മുടെ കാറുകൾ, നമ്മുടെ മൊബൈൽ, നമ്മുടെ വാച്ച്, ഇതൊക്കെ ഏറ്റവും നല്ലതായിരിക്കണം, ഏറ്റവും മുന്തിയതായിരിക്കണം, ഏറ്റവും ബ്രാൻഡഡ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറും, സീനത്തിലേക്ക് മാറും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാലഘട്ടമാണ് പരസ്പരമുള്ള പൊങ്ങച്ച പ്രകടനം. പരസ്പരമുള്ള പൊങ്ങച്ച പ്രകടനം. എന്റെ വീട് നിന്റെ വീടിനേക്കാളും വലുതാണ്, എന്റെ വാഹനം നിന്റെ വാഹനത്തെക്കാളും വലുതാണ്, എന്റെ ജോലി, എന്റെ സുഖ സൗകര്യം ഒക്കെ നിനക്ക് കിട്ടിയതിനേക്കാളും വലുതാണ്. ഈ പൊങ്ങച്ച പ്രകടനത്തിന്റെ കാലമാണ് പിന്നെ വരുന്നത്. ലൈബിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ ലഹുവാണ്, ലഹു കഴിഞ്ഞാൽ പിന്നെ സീനത്താണ്, സീനത്ത് കഴിഞ്ഞാൽ പിന്നെ പരസ്പരമുള്ള പൊങ്ങച്ച പ്രകടനങ്ങളാണ്. പിന്നെ ഒരു പ്രായമൊക്കെ പിന്നിടുമ്പോ, ഒരു മധ്യവയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പെരുമ നടിക്കലാണ്. ഞാൻ ഇത്രമാത്രം സമ്പാദിച്ചു, എനിക്ക് ഇത്ര മക്കളൊക്കെ ഉണ്ട്, ആ മക്കള് അമേരിക്കയിലാണ്, UK-യിലാണ്, അവർക്ക് ഇന്ന് ജോലിയാണ്, ഞാൻ എല്ലാ കാലത്തും തന്നെ സമ്പാദിച്ചിരുന്നു എന്ന് തുടങ്ങിയിട്ട് പെരുമ നടിച്ച് പറയുക എന്ന ഘട്ടത്തിലേക്ക് മനുഷ്യൻ മാറി വരുന്നു. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ ഖുർആൻ ഇങ്ങനെ സൂചിപ്പിക്കും എന്ന് പറയണം. ഇതൊക്കെ ഏതുപോലെയാണ്? ഒരു മഴ പെയ്തു, ആ മഴയിൽ കുറെ ചെടികൾ മുളച്ചു പൊങ്ങി, അത് കർഷകരെ അത്ഭുതപ്പെടുത്തി. ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച കുറെ ചെടികൾ, ആ ചെടികൾ അങ്ങനെ വളർന്ന് ഭയങ്കരമായി അത്ഭുതത്തോടു കൂടി ആളുകൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അത് ഉണങ്ങിക്കഴിഞ്ഞു പോകും. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ എന്തൊക്കെ സമ്പാദിച്ചാലും, ഭൗതികമായി എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായാലും, ആ നേട്ടങ്ങൾ അല്പകാലത്തേക്ക് ആളുകൾക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾക്ക് സമ്പാദ്യമായിരുന്നു, അയാളുടെ ജോലിക്കാരനായിരുന്നു, അയാൾ ഉയർന്ന ഉദ്യോഗത്തിലായിരുന്നു, അയാൾ ഭരിക്കുന്നതോടുകൂടി അയാളുടെ മക്കൾ
പതുക്കെ അയാൾ വിസ്മരിക്കുകയായി, അയാളുടെ കുടുംബങ്ങൾ വിസ്മരിക്കുകയായി. പിന്നെ അയാൾക്ക് ബാക്കിയുള്ള അയാളുടെ അമലുകൾ മാത്രമാണ്. ഈ ലോകകാലത്ത് ഈ ലോക ജീവിതത്തിൽ അയാൾ സമ്പാദിച്ചു വെച്ച അമലുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ അവസാനം അള്ളാഹു പറയാണ്, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ അത് വഞ്ചനയുടെ ചരക്കല്ലാതെ മനുഷ്യനെ അവന്റെ കർമ്മങ്ങളിൽ നിന്നും അവന്റെ അമലുകളിൽ നിന്നും തെറ്റിക്കുന്ന ഒരു ചരക്ക് മാത്രമാണ് ഈ ലോക ജീവിതം. ഇതിൽപ്പെട്ട് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ നിങ്ങൾ കളയാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഖുതുബയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ച ആയത്ത് അതിനെ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. നിങ്ങൾ മാല്, നിങ്ങൾ ധനം, വൽ ബനൂന, നിങ്ങൾ മക്കൾ, സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിന്റെ അലങ്കാരമാണ്. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വഖൈറുൻ അമല. ഈ അലങ്കാരങ്ങളുടെ പിന്നാലെ പോകണ്ട, അത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട, അത് നമ്മുടെ ലൈഫിൽ അങ്ങനെ നടന്നു പോയിക്കോളും. എന്നാൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ബാക്കി വെക്കേണ്ടത്? ബാക്കി എന്ന വാക്കിന്റെ അർത്ഥം ബാക്കിയാണ്, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ. നമ്മൾ മരിച്ചു പോയാലും നമ്മൾ ലോകത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ എന്തുണ്ടോ അതാണ് ബാക്കിയാത്ത് സ്വാലിഹ, അതാണ് നമുക്ക് അവശേഷിക്കുന്നത്. ഒരു മനുഷ്യന്റെ കബറിൽ ബാക്കിയാവുന്നതാണ്. പ്രവാചകൻ ഹദീസിൽ പറയുന്നുണ്ട്, ഒരു മയ്യത്തിനെ അവന്റെ സന്താനങ്ങൾ അനുഭവിക്കും, അവന്റെ സമ്പത്ത് പരീക്ഷയിൽ കൂടെ പോകും, സമ്പത്തും സന്താനങ്ങളും തിരിച്ചു പോകും. പിന്നെ അവന്റെ കബറിൽ ബാക്കിയാകുന്നത് അവനും അവന്റെ അമലുകളും മാത്രമാണ്. അതാണ് ബാഖിയാത്ത് സ്വാലിഹാത്ത്, അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമം അതാണ്. സവാബൻ വഖൈറുൻ അമല, പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതും അത് തന്നെയാണ്. അപ്പൊ ഈ ഒരു സത്യം, ഈ ഒരു സന്ദേശമാണ് ഖുർആൻ നമ്മളോട് കൃത്യമായി അടിവരയിട്ട് സൂചിപ്പിക്കുന്നു. ഇതിനർത്ഥം ഈ ലോക ജീവിതത്തിൽ സമ്പത്തും സന്താനങ്ങളും ഒക്കെ പാടെ ഒഴിവാക്കി വെറും പ്രാർത്ഥനയും ആരാധനയുമായി പള്ളിയിൽ ചടഞ്ഞുകൂടണമെന്നല്ല. നമുക്ക് പരിചയമുള്ള ഒരു ആയത്ത് സൂറത്തുൽ മുനാഫിഖൂൻ 1-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ. നമ്മളോട് പറയുന്ന ഉപദേശം എന്താണ്? ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും, നിങ്ങൾ സമ്പത്തോ നിങ്ങൾ മക്കളോ നിങ്ങൾ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. മിൻ ദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും ജോലിയുടെയും ഒക്കെ പിന്നാലെ പോയി അള്ളാഹു നിർബന്ധമായും നൽകേണ്ട കടമകൾ, നിർബന്ധമായി നിർവഹിക്കേണ്ട ആരാധനാ കർമ്മങ്ങൾ, നോമ്പുകൾ, മറ്റു സ്വതന്ത്രകൾ, സക്കാത്ത്, ഇതൊക്കെ വളർന്നുകൊണ്ട് നിങ്ങളെ മക്കളെയും സമ്പത്തിന്റെയും പിന്നാലെ പോകണ്ട. അങ്ങനെ ആർക്കാണോ സംഭവിച്ചത് അവരാണ് നഷ്ടക്കാർ എന്ന് ഖുർആൻ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. അത് ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ ബാക്കിയാകുന്നത് അവന്റെ ആയുസ്സിൽ, അവന്റെ ആയുസ് എത്രയാണ് ഒരു മനുഷ്യന്റെ ആയുസ് നമുക്ക് അറിയില്ല. അള്ളാഹു നിശ്ചയിച്ച ആയുസ് 10 വയസ്സാവട്ടെ, 30 ആവട്ടെ, 40 ആവട്ടെ, 60 ആവട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ദീർഘമായ ആയുസ്സാവട്ടെ, ആ ആയുസ്സിൽ നമ്മൾ ചെയ്തു വെക്കുന്ന കർമ്മങ്ങളാണ് ഒരു മനുഷ്യനെ ലോകത്തെ രക്ഷിക്കുക. അതാണ് ഇനി മനുഷ്യൻ ഇതിനോട് സമീപനം എന്താണ്? ഈ ഒരു ഉപദേശം കേൾക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ 2 തരത്തിലുള്ള ചിന്തകളാണ് സാധനങ്ങൾ. ഒന്നാമത്തെ ചിന്ത, ഇതൊക്കെ ഞാൻ കുറെ കേൾക്കുന്നതല്ല, ഇനിയും എനിക്ക് ആയുസ്സുണ്ടല്ലോ, ഇനിയും ആരാധനാ കർമ്മങ്ങൾ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഇനിയും റമദാൻ വരുന്നുണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ. ഈ ഒരു ചിന്തയാണ് മനുഷ്യനാവും. ഇതിനിടക്കാണ് അവന് മരണം സംഭവിക്കുക. ആ മരണം സംഭവിക്കുന്ന സമയത്ത് അവന്റെ ഒരു വിലാപം, അവന്റെ ഒരു ഖേദപ്രകടനം ഖുർആൻ എടുത്തു പറയുന്നത്. അങ്ങനെ ഈ രൂപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് മരണം വന്നെത്തി. അപ്പോഴാണ് അവന് ബോധം വരിക. അപ്പൊ അവൻ പറഞ്ഞ വാക്ക് എന്താണ്? അവൻ പറയും, ഒന്ന് മടക്കിത്ത, എന്നൊന്ന് മടക്കിത്ത. മടക്കിത്ത എന്ന് പറയാൻ ചേർത്ത് പറയുന്ന കാര്യം ഖുർആൻ നമ്മളോട് ഇപ്പോഴേ പറയാനാണ്. അതെന്തുകൊണ്ടാണ്? ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതായിട്ട് പറയാണ്, നിങ്ങളും ഇതേപോലെ പറയും. സൽക്കർമ്മങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ സമയം കളയുന്ന ആളുകൾ, ഇനിയും ചെയ്യാൻ സമയമുണ്ടല്ലോ എന്ന് കരുതി മാറ്റിവെക്കുന്ന ആളുകൾ പറയുന്ന വാക്കാണ് പഠിച്ചോ, മടക്കിത്ത.
ഞാൻ ഇതുവരെ ഉപേക്ഷിച്ച ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ചെയ്തോളാം. കുറച്ചു വരെ വേണ്ട. ആ വാക്കവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വൈദ്യനാണ്. മരിക്കുന്ന സമയത്ത് മലക്കുകൾ, ഒരു മനുഷ്യൻ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് മലക്കുകൾ നേരിട്ട് കാണുമ്പോ ഓരോ മനുഷ്യന്റെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഒഴിവാക്കിയ സൽക്കർമ്മം ഞാൻ ചെയ്തുകൊള്ളാം. പടച്ചവൻ മറുപടി എന്താ? എല്ലാം വേണ്ട. ആ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇതേപോലെ പരലോകത്ത് അല്ലാഹുവിന്റെ ശിക്ഷ നേരിൽ കാണുന്ന സമയത്തുള്ള മനുഷ്യന്റെ വിലാപം ഫജ്ർ സൂചിപ്പിക്കുന്നുണ്ട്. അന്നേ ദിവസം നരകത്തിലേക്ക് കൊണ്ടുവരും. നരകത്തെ ഓരോ മനുഷ്യൻ നേരിൽ കാണും. അന്നേ ദിവസം മനുഷ്യൻ ഓർമ്മ വരും. എവിടുന്നാണ് ഓർമ്മ വരുന്നത്? പക്ഷെ ചോദിക്കുകയാണ്, എവിടെ മനുഷ്യൻ ഓർമ്മ വരുന്നത്? ഇത്രയും കാലം അവന് ജീവിച്ചിട്ടും അവൻ ഓർമ്മ വരാത്ത സംഗതി അവർക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ അവൻ പറയും, എന്റെ ജീവിതത്തിനായി ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ ചെയ്യാൻ അവസരങ്ങൾ പാഴാക്കിയല്ലോ. പള്ളിയിൽ നിന്ന് ബാങ്കുന്ന സമയത്ത് എനിക്ക് ജമാഅത്തിൽ പങ്കെടുക്കാമായിരുന്നു. ആ പങ്കെടുക്കേണ്ട സമയത്ത് ഞാൻ ഉറങ്ങി, അല്ലെങ്കിൽ ഞാൻ ടി വി കണ്ടിരുന്നു, അല്ലെങ്കിൽ ഞാൻ വിനോദങ്ങളിൽ മുഴുകിയിരുന്നു. പള്ളിയിൽ ബാങ്ക് കേട്ടിട്ട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം സൽക്കർമ്മങ്ങളാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്ന് മനുഷ്യന്റെ ഏത പ്രകടനം. എന്റെ ജീവിതത്തിനായി ഞാൻ ഒരുപാട് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ പറയുന്നതാണ്. ഇതേപോലെ മറ്റു കാര്യം, പരലോകത്തിൽ മനുഷ്യന്റെ വിലാപം, അട്ടഹാസം വ്യക്തമായി വരച്ചു കാണിക്കുന്നു. അതിലവർ അട്ടഹസിക്കും, വിലപിക്കും. നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ഓരോ മനുഷ്യനും അവന്റെ വിലാപം, അവന്റെ അട്ടഹാസത്തെ കുറിച്ച് ഖുർആൻ പറയാണ്. അവിടെ അവർ അലമുറയും, പക്ഷേ ഇതും ഞങ്ങൾ പുറത്താക്കണേ, ഞങ്ങൾ നരകത്തിൽ നിന്ന് പുറത്താക്കണേ. ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ വേണ്ടിയാ ചെയ്തു വെക്കാം. ഞങ്ങൾ ഇതുവരെ ചെയ്യാതെ മാറ്റിവെച്ച ഞങ്ങൾ ചെയ്യേണ്ട സൽക്കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഞങ്ങളോട് തിരിച്ചു വരാം. അപ്പൊ പടച്ചവൻ ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യം നമുക്കൊക്കെ ഏറ്റവും നമ്മുടെ മനസ്സിൽ നടക്കേണ്ട ചോദ്യമാണ്. അവലം നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നില്ലേ? ചിന്തിക്കുന്ന ആളുകൾക്ക്, കാര്യങ്ങൾ ആലോചിച്ച് ഗ്രഹിക്കാൻ പറ്റുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സമയം ഞാൻ തന്നില്ലേ? അവരും ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഖുതുബയിൽ നിന്ന്, പ്രസംഗങ്ങളിൽ നിന്ന്, നിങ്ങൾക്ക് വന്ന സന്ദേശവാഹങ്ങളിൽ നിന്ന്, പ്രവാചകന്മാരുടെ സന്ദേശത്തിൽ നിന്ന് കേട്ടില്ലേ കാര്യങ്ങളൊക്കെ? ഇങ്ങനെ ലോകം വരാനുണ്ട്, അവിടെ നിങ്ങൾ നന്മകളും തിന്മകളും വിചാരണ ചെയ്യപ്പെടും എന്ന് നിങ്ങൾ കേട്ടില്ലേ? പക്ഷേ നിങ്ങൾ ആസ്വദിച്ചോളൂ. അക്രമികളായ ആളുകൾക്ക് സഹായികളായ ആരുമില്ല എന്ന് ഖുർആൻ കൃത്യമായി പറയണം. അപ്പൊ അവിടെ പരലോകത്ത് ഒരു രക്ഷയും ഈ മനുഷ്യൻ, അതായത് ഈ സന്ദേശം ഫുള്ള് കേട്ടിട്ടും ഇത് മുഴുവൻ മനസ്സിലാക്കിയിട്ടും ഇതിനോട് നിസ്സംഗത മനോഭാവത്തോടു കൂടി അതിന് ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി മാറ്റിവെക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് ഖുർആൻ കൃത്യമായി നമ്മളോട് താക്കി നൽകുന്നത്. രണ്ടാമത്തെ സമീപനം, ഈ പരലോകം എന്നൊന്നുമില്ല, അതൊക്കെ ആളുകൾ വെറുതെ നാക്കി പറഞ്ഞ കഥകളാണ്. ഓരോ മനുഷ്യനും, ഓരോ ജീവജാലനും മരിച്ചു കഴിഞ്ഞാൽ, മണ്ണായി കഴിഞ്ഞാൽ പിന്നെ നിത്യശാന്തത, ശൂന്യത, ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഭൗതികവാദികളുണ്ട്. ഒന്നും സംഭവിക്കുന്നില്ല. ഒരു മനുഷ്യനെ മരണത്തോടു കൂടി അവൻ മരിച്ചു കഴിഞ്ഞു, മണ്ണായി, പിന്നെ മനുഷ്യന് നരകമോ സ്വർഗമോ വിചാരണയോ ഒന്നുമില്ല, പണമൊന്നും വരാനില്ല എന്ന് വിചാരിക്കുന്ന, എന്ന് ചിന്തിക്കുന്ന യുക്തിവാദികൾ, അവരോട്
ഒരു കവി വചനം ഏറെ ശ്രദ്ധേയമാണ്. ഒരു കവി വളരെ ലോജിക്കായിട്ട് യുക്തിപരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒരു കവിതയിലൂടെ ചോദിക്കാണ്. നമ്മൾ ഏറ്റവും അറിവുള്ള വിചാരിക്കുന്ന ഡോക്ടറും ഗോളശാസ്ത്രജ്ഞനും ഒക്കെ പറയാണ്, മരണപ്പെട്ടവരും ജീവിക്കുമല്ലോ. നമ്മൾ ഏറ്റവും വിവരമുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ പറയാണ്, മരണപ്പെട്ടവരും ജീവിക്കില്ല. അപ്പോ ഈ കവി പറയണം, കുൽത്തു ഇലൈക്കുമ എന്ന നിങ്ങളോട് രണ്ടുപേരുടെ ഒരു കാര്യം പറയാം. കുൽത്തു ഇലൈക്കുമ ഇൻ സഹഹ ഖൗലുകുമ ഫലസ്തു ബിഖാസിരി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സംഭവിച്ചില്ല. മരണശേഷം ഒരു ജീവിതമില്ലെന്ന് നിങ്ങൾ പറഞ്ഞു കൂടി പോകും. ഫലസ്തു ബിഖാസിരി, എനിക്ക് നഷ്ടം വരാൻ പോകുന്നില്ല. ഞാനും നിങ്ങളെ പോലെ ഭൂമിയിൽ ജീവിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു, ആളുകൾക്ക് എന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ, ഞാൻ നല്ലവനായി മരിച്ചുപോയി. ഫലസ്തു ബിഖാസിരി, എനിക്ക് നഷ്ടം വരാല്ല. ഔസഹ ഖൗലി ഫൽഖുസാറു അലൈക്കുമ, ഞാൻ ഈ പറയുന്ന കാര്യം ശരിയായാലോ, ഫൽഖുസാറു അലൈക്കുമ, നിങ്ങൾക്കാണ് നഷ്ടം. നിങ്ങൾക്കാണ് നഷ്ടം. നോക്കൂ, എത്ര യുക്തിപൂർവമായിട്ടാണ് കവി ആ വിഷയം അവതരിപ്പിക്കുന്നത്. പരലോകം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അതിന് തയ്യാറെടുത്ത് ജീവിച്ചു പോയ ആളുകൾക്ക് നഷ്ടം വരാല്ല. എന്നാൽ പരലോകം നിഷേധിച്ചുകൊണ്ട് സകല അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മനുഷ്യനെ അവിടെ ഖേദിക്കേണ്ടി വരും എന്നാണ് ഈ സൂചന. സ്വന്തം ഖിയാമയിൽ ഖുർആൻ ചോദിക്കുന്നത്, മനുഷ്യൻ വിചാരിക്കുന്നു അത് വെറുതെ വിടുന്നത്, ശ്രമിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് തുള്ളിയിലുള്ള ഒരു ബീജമായിരുന്നു, ഒരു കണമായിരുന്നു അവൻ. പിന്നെ നാം അവനെ രൂപപ്പെടുത്തി, അവനെ ഭ്രൂണമാക്കി സൃഷ്ടിച്ചു. അവരിൽ നിന്നും ആണിനെയും പെണ്ണിനെയും ഉണ്ടാക്കി. ഇതൊക്കെ ചെയ്ത പടച്ചവനാണ്. പടച്ചവൻ ചോദിക്കുകയാണ്, ഇതൊക്കെ ചെയ്ത പടച്ചവനെ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിവില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഒരു മനുഷ്യന്റെ ജനനവും എത്ര സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സ്കൂളൊക്കെ സയൻസ് പഠിക്കുന്ന കുട്ടികളിലുണ്ടാവും. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ, ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ശിശു രൂപപ്പെടുന്നത് മുതൽ അവൻ ജനിക്കുന്നത് വരെയുള്ള ഒരുപാട് ഘട്ടങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച ആളുകളാണ് പലരും. ആ ഘട്ടങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന ഓരോ മനുഷ്യനും അറിയാം, അത്രയും സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് ഒരു മനുഷ്യന്റെ ജനനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും സങ്കീർണമായ പ്രവർത്തനങ്ങളുടെ ഒരു മനുഷ്യന് ജന്മം നൽകിയ പടച്ചോനെ മരിച്ചു മനുഷ്യൻ ജീവിക്കാൻ പ്രയാസം ഉണ്ടാവും എന്ന് പഠിച്ച് ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അമലുകൾ ചെയ്യാനുള്ള അവസരമാണ് നമ്മുടെ മുന്നിൽ. ഈ കടന്നു പോകുന്ന ഓരോ സമയവും പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല സ്വലിഹായ അമലുകൾ ചെയ്യാനുള്ള സമയമാണ്. ആ സമയം നമ്മൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ മരണസമയത്ത് ഖേദിച്ചുകൊണ്ട് വിരൽ കഴിക്കുന്ന അല്ലെങ്കിൽ ഖേദിച്ചുകൊണ്ട് വിലാപ പ്രകടനം നടത്തുന്ന ആളുകളിൽ പെടാതിരിക്കാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. ഒരു ആയത്ത് കൂടി ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്, മനുഷ്യൻ റബ്ബിനെ സൂക്ഷിക്കണം. ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു പിതാവിന് അവന്റെ മകനെ, മകൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഉപകാരം ചെയ്യാത്ത ദിവസം. ഒരു മകനും ഒരു സന്താനത്തിനും തന്റെ പിതാക്കൾക്ക്, തന്റെ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റാത്ത ദിവസം. അള്ളാഹുവിന്റെ വഅദ്, അള്ളാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഏറ്റവും കൊടും സഹീനായ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇത് താക്കീതായി അല്ലാഹു സൂറത്തുൽ ലുഖ്മാനിൽ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. ഈ താക്കീത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ബാക്കിയുള്ള സമയം സൽക്കർമ്മ നിരന്തരമായ ജീവിതം നയിക്കുവാനും സത്യവിശ്വാസം ഉൾപ്പെടുവാനും അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبينا الكريم وعلى آله وصحبه أجمعين. أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ
വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടതുപോലെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ആദ്യത്തെ സൂചിപ്പിച്ച സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള ഒരു കാര്യമല്ല. പല മതങ്ങളിലും മോക്ഷം നേടുക എന്ന് പറഞ്ഞാൽ കുറെ കാലം തപസ്സിരിക്കുക, അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് മോക്ഷം നേടുക എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ഇസ്ലാം നമ്മുടെ മതം, ആ മതത്തെ പരിചയപ്പെടുന്ന റസൂലിന്റെ ഒരു ഹദീസ്, അദ്ദീൻ യൂസർ, മതം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഒരു മനുഷ്യനെ താങ്ങാൻ കഴിയാത്ത പ്രയാസപ്പെടുന്ന ഒന്നും മതത്തിലില്ല. ഒരു കച്ചവടക്കാരനാവട്ടെ, ഒരു ജോലിക്ക്, ഒരു അധ്യാപകനാവട്ടെ, ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ അമൃത്സ്വാമികാത്ത് അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ സമ്പാദിക്കാൻ ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്ത് പോയി തപസ്സിരിക്കേണ്ട ആവശ്യമില്ല. രാവിലെ എണീറ്റത് മുതൽ രാത്രി അവന്റെ കിടക്കയിലേക്ക് വരുന്നത് വരെയുള്ള ആ ദീർഘസമയം, ആ നീണ്ട സമയം, ഓരോ സമയവും അവനെ അമലുകൾ ചെയ്യാവുന്നതാണ്. രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥനയോട് എണീക്കുന്നു, അതോടുകൂടി മലക്കുകൾ 10 പ്രതിഫലം രേഖപ്പെടുത്തുന്നു. ബാത്റൂമിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കുന്നു, ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നു. വഴിയിൽ കാണുന്ന ഒരു മാലിന്യം, ഒരു മുള്ള് ആ വഴിയിൽ നിന്ന് മാറ്റിയിടുന്നു. ഒരു കച്ചവടക്കാരൻ അവന്റെ കടയിലെത്തിയിട്ട് കച്ചവടത്തിൽ സത്യത്തെ കാണിക്കുന്നു, ആൾക്കാർ പറ്റിക്കുന്നില്ല, അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരാളെ സഹായിക്കുന്നു. ഇതിനുവേണ്ടി നമ്മൾ എങ്ങോട്ട് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യന്റെ ജീവിതവുമായി ഇടപഴകി തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നമ്മുടെ മതത്തിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദീൻ യൂസർ. ദീൻ എന്ന് പറയാൻ അത് എളുപ്പമാണ്, പ്രയാസപ്പെടുന്ന കാര്യമില്ല. പക്ഷെ ഈ ജീവിതം നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ തെരഞ്ഞെടുപ്പാണ്, നമ്മളാണ് നിശ്ചയിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഓരോ സമയവും എന്തൊക്കെ സൽക്കർമ്മങ്ങൾ, ഒരു കച്ചവടക്കാരനാണെങ്കിൽ, ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ, എന്റെ ഈ കടന്നു പോകുന്ന ഓരോ നിമിഷത്തിലും എനിക്ക് ആളുകൾക്ക് വേണ്ടി എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന ചിന്ത ഓരോ മനുഷ്യനും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഈ ലോക ജീവിതത്തിൽ അടയാളപ്പെട്ടത്. ഈ അടുത്ത ദിവസം അന്തരിച്ച ഒരു കുപ്രസിദ്ധനായ അഡ്വക്കേറ്റ്, അദ്ദേഹം മരിച്ച സമയത്ത് ആ മരണ വാർത്തയുടെ അടിയിൽ വന്ന കമന്റുകൾ കംപ്ലീറ്റും എല്ലാം എത്രയും പെട്ടെന്ന് പോയി കിട്ടിയല്ലോ എന്നതാണ്. നമുക്ക് ഓരോ മനുഷ്യനെയും ജീവിതം എങ്ങനെയാണോ സൽക്കർമ്മങ്ങൾക്ക് നിരതമായ ജീവിതം നയിച്ചു ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ ആളുകൾക്ക് ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് എന്ന രൂപത്തിൽ ഒരു മനുഷ്യനെ പ്രയാസപ്പെട്ടാൽ വിധത്തിൽ അള്ളാഹുവിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുണ്യകർമ്മങ്ങൾ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും പുണ്യകർമ്മങ്ങൾ സമ്പാദിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. ഒരു ഹദീസിൽ പ്രവാചകനോട് പറയുന്നത് ഹയാത്ത് ഖബല മൗതി, മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതം, വസിഹത്തി ഖബല സഖമി, രോഗാവസ്ഥയ്ക്ക് മുമ്പുള്ള നിന്റെ ആരോഗ്യം. മരണത്തിന് മുമ്പുള്ള ജീവിതം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരു രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യാവസ്ഥ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നിന്റെ ജോലി തിരക്കുകൾ വരുന്നതിന് മുമ്പുള്ള ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തും. നിന്റെ യുവത്വം വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വം നീ ഉപയോഗപ്പെടുത്തണം. ദാരിദ്ര്യം വരുന്നതിന് മുമ്പുള്ള സമ്പത്ത് അല്ലെങ്കിൽ ഐശ്വര്യാവസ്ഥ നീ ഉപയോഗപ്പെടുത്തും. ഇങ്ങനെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഇങ്ങനെ പരിശ്രമിക്കുന്ന ആളുകളെ മലക്കുകൾ സ്വാഗതം ചെയ്യുന്ന വാക്ക് ഫജ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. മരിക്കുന്ന ഒരു മനുഷ്യനെയും മലക്കുകൾ സ്വാഗതം ചെയ്യുന്നു. സമാധാനമായ ആത്മാവെ, തൃപ്തിപ്പെട്ടവനാണ്, തൃപ്തി നേടിയവനാണ് നിന്റെ റബ്ബിലേക്ക് തിരിച്ചു വരിക. നീ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളിൽ നീ പ്രവേശിക്കുക. സ്വർഗത്തിൽ നീ പ്രവേശിക്കുക. ഇങ്ങനെ സ്വർഗത്തിന്റെ സന്ദേശം അല്ലെങ്കിൽ സൽവാർത്ത കേട്ടുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ അടിമകളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശരിയാക്കി നൽകുമാറാകട്ടെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന വേറെ ആളുകളുണ്ട്. നമ്മുടെ കടബാധ്യതകൾ തീർക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. യുദ്ധക്കെട്ടിൽ വിഷമിക്കുന്ന
ഒട്ടേറെ ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തും പരസ്പരപ്പെട്ട നാടുകളിലുണ്ട്. ആ കുട്ടികൾക്ക് ആ ജനതയ്ക്ക് അള്ളാഹു സമാശ്വാസം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين برحمتك يا أرحم الراحمين. والسلام على المرسلين والحمد لله رب العالمين.